നവകേരളം സൂപ്പറാ. അസഹിഷ്ണുതയുടെ കാര്യത്തിലും സൂപ്പറാ. പ്രതിഷേധങ്ങളെ നേരിടുന്ന കാര്യത്തിൽ മാത്രമല്ല, സ്വന്തം പാർട്ടിയിലെ ജനപ്രിയ നേതാവിനെ നേരിടുന്ന കാര്യത്തിലും ആ അസഹിഷ്ണുത കണ്ടു. ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന പോലെയായിരുന്നു മട്ടന്നൂരിലെ നവകേരള സദസ്സ്. മട്ടന്നൂർ MLA-യും മുൻ മന്ത്രിയുമായ KK ശൈലജയ്ക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സമ്മാനം. 21 പേരുണ്ടെങ്കിലും ആദ്യമേ തന്നെ 3 പേര് സംസാരിക്കുക എന്നുള്ളൊരു ക്രമമാണ് ഞങ്ങൾ വരുത്തിയിട്ടുള്ളത്. ആ ക്രമീകരണത്തിന് കുറച്ചൊരു കുറവ് ഇവിടെ വന്നു. നിങ്ങളുമായി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യായ അധ്യക്ഷക്ക് നിങ്ങളെ കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കണം തോന്നി. അതിൻ്റെ ഭാഗമായി ആ സമയം കുറച്ച് കൂടുതലായി പോയി എന്നാണ് തോന്നുന്നത്. മുഖ്യമന്ത്രി മട്ടന്നൂരിലെ വേദിയിൽ എത്തും മുൻപേ KK ശൈലജയുടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിരുന്നു. പക്ഷേ ടീച്ചറുടെ പ്രസംഗം നീണ്ടുപോയെന്ന് ആരോ മുഖ്യന്റെ ചെവിയിലെത്തിച്ചു. അസഹിഷ്ണുതയോ അതോ ഇഷ്ടക്കേടോ, രണ്ടായാലും പാരമ്യത്തിലാണ്. മട്ടന്നൂരിലെ സംഘാടനം മോശമായിരുന്നെന്ന് ടീച്ചറുടെ ഭർത്താവിനോട് തന്നെ പറഞ്ഞ് അവഹേളിച്ചു. ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഭാസ്കര മാഷ് എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് പരിപാടി? അപ്പോൾ വലിയ പരിപാടിയാണെന്ന് ഞാൻ പറയാനാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞ വലിയ വലിയ പരിപാടികളൊക്കെ കണ്ട് ഇപ്പോൾ ഇതൊരു വലിയ പരിപാടിയായിട്ട് തോന്നുന്നില്ല എന്ന് മറുപടി പറഞ്ഞു. അടുത്ത അസഹിഷ്ണുതയുടെ വേദി കോട്ടയം. സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ MP തോമസ് ചാഴിക്കാട്. റബ്ബറിന്റെ താങ്ങുവില കൂട്ടണമെന്നും പാലം പണി പൂർത്തിയായിട്ടില്ലെന്നും പരാതി പറഞ്ഞുപോയി. കൊടുത്തു മുഖ്യൻ മുന്നണി ബന്ധമൊന്നും നോക്കാതെ. എല്ലാം ശരിയാക്കി നവകേരളം സൃഷ്ടിച്ചത് പറയാനുള്ള വേദി പരാതി പറയാനല്ലെന്ന് തിട്ടൂര. എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നതായി കണ്ടത്. പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം. നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു, ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്, സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതുകൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് ഇവിടെ നടന്നത്. ബഹുമാനപ്പെട്ട ചാഴിക്കാടനും അത് വേണ്ടത്ര ഉൾക്കൊണ്ടതായി ഞാൻ കരുതുന്നില്ല. ഇനി മാധ്യമങ്ങളോടുള്ള അസഹിഷ്ണുത, അത് മുഖ്യമന്ത്രിക്കൊപ്പമുള്ളതാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി ലാത്തിചാർജ് നടത്തിയത് മാധ്യമങ്ങൾ പച്ചയ്ക്ക് തുറന്നു കാട്ടിയതാണ്. പക്ഷേ മുഖ്യൻ മാത്രം കണ്ടില്ല. എൻ്റെ ഗൺമാൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു. അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത്. ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല, ഞാൻ പരിശോധിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ചോദ്യം കോടതിയിൽ ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ പത്രസമ്മേളനത്തിലെ ചോദ്യം ചോദിച്ചാൽ മതി. ഗൺമാനും ഡിഫിക്കാരും നിയമം കയ്യിലെടുക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു കാണില്ല. പക്ഷേ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം തുറന്നു കാട്ടിയതാണ്. പക്ഷേ മാധ്യമ വിമർശനങ്ങളെ ഒട്ടും ഇഷ്ടപ്പെടാത്ത മുഖ്യൻ ഇത് കാണില്ല. അത്ര തന്നെ. നവകേരളം സൂപ്പറാ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.